ആഹാ ഓളത്രക്കായോ? ഓളാര എന്റെ കുട്ടീനെ അടിക്കാൻ? രഞ്ജിത്തെ, അങ്ങോട്ടൊക്കെ ജയചേച്ചി നല്ല ചൂടിലാണല്ലോ. ആര് അങ്ങോട്ടൊക്കെ അന്തേ നിങ്ങളെങ്ങോട്ടന്ന് പിച്ചുമേയും പറഞ്ഞു എങ്ങോട്ടാണോ? ഒരു ഈർക്കിലോണ്ട് പോലും ഇന്ന് വരെ ഞാൻ എന്റെ കുട്ടീനെ അടിച്ചിട്ടില്ല, അറിയോ? അങ്ങനെയുള്ള ഓൾ എന്റെ കുട്ടീനെ അടിച്ചിക്ക. ആ ടീച്ചറ് താഴെയും മേലെയും വെക്കാണ്ട ഞാൻ ഇന്ന് വരെ എന്റെ കുട്ടീനെ വളർത്തിയത്. അതിനൊക്കെ ചോദിക്കാനും പറയാനും ആളുണ്ടെന്ന് ഓൾ അറിയണം. അതൊന്നും ഞാൻ കാണിച്ചു കൊടുക്കട്ടെ പോയിട്ട്. ഞങ്ങളൊക്കെ ടീച്ചർമാരെ തല്ലിട്ടിട്ട് തന്നെ വളർന്നത്. ടീച്ചർമാര് നമ്മളെ തല്ലണത് നന്നാവാൻ വേണ്ടിട്ടല്ലേ ചേച്ചി? എന്നിട്ടോ ഈ നന്നായോ? ഈ അല്ലടാ കഴിഞ്ഞ പ്രാവശ്യം ആ മമ്മതാക്കെ പറമ്പിൽ തേങ്ങ കട്ടിട്ടെ അന്നെ പിടിച്ചിട്ട് അവിടെ തല്ലിയത്. അതെന്തിനേനി? ഓളെ പ്രശ്നം തീർക്കാനേ എന്റെ കുട്ടീന്റെ നടുപ്പുറം കാണിച്ചു കൊടുക്കാൻ ഞാൻ സമ്മതിക്കൂല. എന്റെ ജയിച്ചേ, ഇപ്പൊ രാസലഹരിന്റെ കാല. സ്വന്തം മാതാപിതാക്കളൊക്കെ കുട്ടികളെ തലക്കടിച്ച് കൊല്ലണത് നിങ്ങൾ പത്രത്തിലൊക്കെ വായിക്കില്ലേ? അധ്യാപകർക്ക് അവരെ വഴി തിരിച്ചു നൽകല്ലേ വേണ്ടത്. അതൊക്കെ ഓരോരുത്തരുടെ വളർത്തുദോഷം കൊണ്ടാണ്. എന്റെ കുട്ടീനെ ഞാൻ അങ്ങനെയല്ല വളർത്തിയത്. 10ാം ക്ലാസ് വരെ വളരെ സൂക്ഷിച്ചിട്ടാ വളർത്തിയത്. ഓന്റെ അച്ഛനും അമ്മയും ദുബായിലാണ്, നിങ്ങൾക്കൊക്കെ അറിയാലോ. ആ എന്റെ കുട്ടിയെ കള്ളു കുടിക്കാനോ കഞ്ചാവ് അടിക്കാനോ അല്ലെങ്കിൽ മറ്റു കുട്ടികളോട് ചുറ്റിത്തിരിഞ്ഞ് നടക്കാനോ ഒന്നും പോകൂല. എന്റെ കുട്ടി ആകെ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അതൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ ചിരിച്ചങ്ങോട്ട് മരിക്കും. ഈ ചോക്കിന്റെ പൊടി ഉണ്ടല്ലോ, കടലാസിൽ ചുരുട്ടിങ്ങാട്ട് മൂക്കിലേക്ക് ഇങ്ങനെ അങ്ങോട്ട് വലിച്ചു കേട്ടു. എന്നിട്ടോ അകത്ത് പോയിട്ട് ഒരു മൂലക്കൽ അവനെ കുത്തിരിക്കും. ഒരാൾക്കും ഓനെ കൊണ്ടൊരു ദോഷമില്ല, പറയിപ്പിക്കാൻ ഒന്നിനും അവൻ വരൂല. പിന്നെ ആ മുറിയിൽ അവൻ പുറത്തിറങ്ങൂല. അങ്ങനത്തെ ഉള്ള എന്റെ കുട്ടീനെ അവനോട് തല്ലിയത്. പിന്നെ അത് ചോദിക്കണ്ടേ? ചോദിച്ചെന്റെ കാര്യം. അത്രക്കായോ? എപ്പം പോണകള് ഏടോ ചോക്കിന്റെ പൊടിയാണോ അല്ലേ? ചോക്കിന്റെ പൊടി ഇനിയിപ്പൊ എന്നാ പോൻ ചുറ്റിക വാങ്ങല്ല. ശരിയാ. കുട്ടികളെ കഥ എന്താന്ന് ആർക്കറിയാ? ആ പാവം പോണല്ലോ, തല പൊട്ടാനുള്ള തലയാണാ പോണേ.